ഞാൻ തന്നെ. നാം എവിടെയാണ്? ഇവിടെ. വയനാടൻ വെളുത്ത? അതെ, വെളുത്ത. സംശയം വേണ്ട, പാലിൽ മയക്കുമരുന്ന് ഇട്ടിട്ടില്ല തമ്പുരാനെ. പാല് കുടിക്കും തമ്പുരാനെ. ഉപദ്രവം ചെയ്യാൻ വേണ്ടി നാം മയക്കുമരുന്ന് തന്നതല്ല. മയക്കി എടുത്തുകൊണ്ടുപോയി എല്ലാം ചോദിച്ചറിയണമെന്ന മോഹമേ നമുക്കുണ്ടായിരുന്നു. അവിടേക്ക് അറിയേണ്ടതുണ്ടെന്ന് കൽപ്പിച്ചരുളിയാൽ കേൾക്കാം. നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് നാം അറിയുന്നു. എങ്കിലും നേരിൽ സ്വകാര്യമായി നമുക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. പനിച്ചേരിക്കുറിപ്പിന്റെ അടവിനും അക്രമത്തിനും തമ്പുരാൻ കൂട്ടുനിൽക്കുകയാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ടിയിരിക്കണം. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ അവിടുന്ന്? അവിടുന്ന് വിഡ്ഢിയാണെന്ന് വരുത്തി തീർക്കുകയാണോ? കണ്ണുണ്ടായാ പോരാ, കാഴ്ചയും വേണം, കഴിവും വേണം. കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെങ്കിൽ കാളിയമ്മ കനിഞ്ഞേകിയ കുരുന്നാണ് എന്റെ മകൻ അമ്പാടി. പെറ്റ വയറല്ലെങ്കിലും പോറ്റിയ കൈകളാണ്. അവന് മയക്കുമരുന്ന് കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നിങ്ങൾക്ക് എനിക്ക് വാക്കു തരും. തമ്പുരാൻ ഇന്ന് ഈ കൈകൾ കുടുതരുതെന്ന് തടയേണ്ടത് കൊലക്കാരാണ്. എന്താണാവോ ഈ ആലോചന? പറയാം, കേൾക്കി. നാം മുമ്പ് കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ നമ്മുടെ കരങ്ങൾ കെട്ടിപ്പോയി. പനച്ചേരിക്കുറിപ്പിന്റെ കൊള്ളരുതായ്മകളും കൂട്ടുകെട്ടും നാം അറിയാഞ്ഞത്. പക്ഷേ നമ്മുടെ കളരിക്കുരുക്കൾ കുഞ്ഞനക്കന്റെ മകനാണ് പനച്ചേരി. ഗുരുക്കൾ മരിക്കാൻ നേരം നമ്മുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ചൊല്ലി, ഞാൻ എന്റെ മകനെ ഈ കയ്യിൽ ഏൽപ്പിക്കുന്നു, അവനെന്നും ഇവിടെ തന്നെ നിന്നോട്ടെ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു അനുജനോടെന്ന പോലെ അവന് മാപ്പ് നൽകണം, എനിക്ക് എന്റെ ശിഷ്യൻ തരാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഇതാണ് എന്ന്. തമ്പുരാൻ സമ്മതിച്ചു അല്ലേ? നാം എന്താ ചെയ്യുന്നത്? പത്രേ, തമ്പുരാൻ വഴിതെളിക്കിൻ.
രക്ഷപ്പെട്ടു. നിങ്ങൾ പോയിക്കോളെ, ഞാൻ പുറകെ എത്തിക്കോളാം. എന്തും നേരിടാൻ തയ്യാറെടുത്തിറങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ. അമ്പാടിയെ കാണാത്തതിലുള്ള ദണ്ണം എന്റെ ഉള്ളിൽ നീറ്റുന്നു. തിരക്കിപ്പോയാൽ എത്തത്ത നീ കരയാണ്ടിരി. ഈ മണകൾ വിട്ട് പെണ്ണെ പോലെ പൊരയ്ക്കകത്തിരുന്നോളി. ആ പണമാണെങ്കിൽ തരണ്ട. എന്റെ മോനെ ഞാൻ തേടി പിടിക്കാം, കൂട്ടിക്കൊണ്ടുവരാം. നിന്നെയൊക്കെ ഞാൻ എന്തിനു പഴിക്കണം? നിനക്കൊക്കെ ജന്മം വന്ന എന്നെയല്ലേ പഴിക്കണം? തൊഴിലന്മാര് പ്രായമെത്താത്ത പയ്യന്റെ ഇടവും വരവും എന്റെ പൊണ്ണന്മാരെ അമ്പാടിയുടെ വലങ്കയും വിടങ്കയുമാണ് നിങ്ങൾ. ഇനി ഞാൻ ഉറച്ചു പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു കഴിവുണ്ടാവുമെന്ന് ഞാൻ നിലച്ചത്. അമ്പാടിയെ കൂടാതെ നിങ്ങൾ എന്ത് വന്നത്? ഇടത്തിന്റെ വലിയ നോക്കി നിൽക്കാണ്ടത് ഒന്നിച്ചു പിടിച്ച് വീഴായിരുന്നില്ലേ? വീഴായിരുന്നില്ലേ? എന്താണെന്നും മിണ്ടാത്തത്? കുറ്റപ്പെടുത്തുന്നതിന് ഒരു കണിശം ൂറും കഴിവില്ലാത്ത മക്കളെ എനിക്ക് വേണ്ട, ചോദിക്ക് വേണ്ട. അവരറിഞ്ഞോ അമ്പാടിയാകപ്പെട്ടു പോകുന്നു?